ടീച്ചറെ, ഇവളെ ആളെങ്ങനെ പഠിക്കാനൊക്കെ? മിടിക്കുക ഡോക്ടർ. ഗുഡ്, വെരി ഗുഡ്. സിസ്റ്റർ, ഇവരെ ഡയലറ്റ് ഞാൻ കൊണ്ടുപോയിക്കോളൂ. ശരി ഡോക്ടർ. ടീച്ചർ ഇരിക്കൂ, ഇരിക്കൂ. ടീച്ചർ മുഖത്തെന്താ ടെൻഷൻ പോലെ? ഏ ഒന്നുമില്ല, ഡോക്ടർ പറഞ്ഞോളൂ. കുട്ടിക്ക് പോഷകാഹാരക്കുറവ് നല്ല പോലെ ഉണ്ട്. മാത്രമല്ല ഹെൽത്തിലി അല്പം വീക്ക് വേണം. കാഴ്ച നഷ്ടപ്പെട്ട സമയത്ത് ഡോക്ടറെ ഒന്നും കാണിച്ചിട്ടുണ്ടാവില്ലല്ലേ? അത് പിന്നെ അവരിത്തരം ട്രീറ്റ്മെന്റിനെ കുറിച്ചൊന്നും ബോധവാന്മാരല്ല. പിന്നെ ഏതൊരു അസുഖം അവർക്ക് വന്നാലും അവർ കൂടുതലും പച്ചമരുന്നിനെയാണ് ആശ്രയിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതിലുപരി അവരുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒക്കെയാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഡോക്ടർ. കാശും വേണ്ടേ? അന്നന്നത്തെ നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ഇപ്പോഴും. ഓക്കെ, എനിവേ ട്രീറ്റ്മെന്റ് തുടരാം. പക്ഷേ കാഴ്ച കിട്ടുമല്ലോ എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല. തത്തയ്ക്ക് കാഴ്ച തിരിച്ചു കിട്ടും ഡോക്ടർ. ദൈവം അവളെ കൈവിടില്ല. അത്രയ്ക്ക് പാവം അവള്. അങ്ങനെ തന്നെ ആവട്ടെ. ഞങ്ങളാൽ കഴിയുന്ന എന്ത് ട്രീറ്റ്മെന്റും തത്തയ്ക്ക് കൊടുത്തിരിക്കും. അതുപോലെ ഡോക്ടർ അവളെ അഡ്മിറ്റോ മറ്റോ? ഇപ്പൊ വേണ്ട, ഓപ്പറേഷൻ വേണ്ടി വന്നാൽ ചെയ്യേണ്ടി വരും. ശരി ഡോക്ടർ. കളമെഴുതുകയായി ചെമ്മാനമുറ്റം നറുചിരി തൂകി മണ്ണിൽ പൂവുകൾ.